അനിൽ ജോർജ് കൂടി ചേരുന്നുണ്ട്. അനിൽ, ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച ഭൗതിക ശരീരവുമായി തുടങ്ങിയ വിലാപയാത്ര എല്ലാ കണക്കുകൂട്ടലുകളെയും ലംഘിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ്. സമയക്രമങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം ജനങ്ങളാണ് തിരുത്തി എഴുതിപ്പിക്കുന്നത്. അത് VS-നൊപ്പം നിന്ന് ആ ജനങ്ങൾ ഇത്രയും കാലം അത്രയും ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. VS-നൊപ്പമായിരുന്നു ആ കണ്ട മനുഷ്യർ എല്ലാവരും ഉണ്ടായിരുന്നത്. ഇതാ അന്ത്യയാത്രയിലും അവരാണ് ഒപ്പമുള്ളത്. അവരാണ് മുദ്രാവാക്യം വിളികളുമായി അദ്ദേഹത്തെ വരവേൽക്കുന്നത്, അദ്ദേഹത്തെ ഓർക്കുന്നത്. എന്താണ്, എവിടെയാണ് അനിൽ കൃത്യമായി എവിടെയാണുള്ളത്? അവിടെ നിന്ന് എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്? ജനബാഹുല്യം അവിടെയുമുണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് VS-ന് അന്തിമോപചാരം അർപ്പിക്കുന്ന ഏറ്റവും അവസാനത്തെ പോയിന്റായ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണുള്ളത്. ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യും. ഇവിടെ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ, അദ്ദേഹത്തിന് അന്തിമ യാത്ര പറയാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ VVIP-കൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതും ഇവിടെ തന്നെയാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖരായവർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം ഘടകകക്ഷി നേതാക്കന്മാർ, ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കന്മാർ, ഒപ്പം ചലച്ചിത്ര സംവിധായകർ, മറ്റ് സാംസ്കാരിക പ്രവർത്തകർ, സാംസ്കാരിക നായകന്മാർ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും VS-ന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൃത്യമായ അച്ചടക്കത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തുന്നത് ഇവിടെ കാത്തിരിക്കുകയുമാണ്. ഇപ്പോൾ ഘടകകക്ഷി നേതാവ് മാത്യു ടി തോമസ് ഇവിടെയുണ്ട്. എങ്ങനെ VS-നെ VS-നെ വാക്കുകൾ കൊണ്ട് കേരളീയർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ കാലത്തും സംഭ്രോജ്വലമായിരുന്ന ഒരു ജീവിതം, സമൂഹത്തിലെന്നും അനീതിയും വികലമായ വ്യവസ്ഥകളൊക്കെ നിൽക്കുമ്പോൾ തെറ്റുകൾക്കെതിരെ നിരന്തരമായ പോരാട്ടം നയിച്ച ഒരു നേതാവ് എന്ന നിലയിലാണ് VS അനുസ്മരിക്കപ്പെടുക. ഏത് ഉന്നത സ്ഥാനത്തെത്തിയാലും ആ സ്ഥാനത്തിൽ അവിരമിച്ചിരിക്കാതെ നേരിൻ്റെ പക്ഷത്ത് നിലനിൽക്കാൻ, അതിനുവേണ്ടി സാഹസികമായ ഇടപെടൽ നടത്താനും എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്ന നീതിയുടെ ഒരു വലിയ പോരാളിയായിരുന്നു സഖാവ് VS. തലമുറകൾ അദ്ദേഹത്തെ ഓർമ്മിക്കും. മന്ത്രിസഭയിൽ അദ്ദേഹത്തിനോടൊപ്പം അംഗമായിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് ഞാൻ ഓർക്കുന്നു. എല്ലാ ഘട്ടത്തിലും നേരിൻ്റെ പക്ഷത്ത് സഞ്ചരിക്കുവാൻ വേണ്ടി വലിയ ജാഗ്രത പുലർത്തുകയും നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരി എന്ന നിലയിൽ VS എന്നും സ്മരിക്കപ്പെടും. അതാണ് ഒരു വലിയ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം അനുസ്മരിക്കപ്പെടും എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ അനുസ്മരിക്കുന്നു VS? സാധാരണ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുന്ന ഒരു മഹാനായ നേതാവായിരുന്നു അയാൾ. ഏറ്റവും ദുഃഖം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അപ്പം അതിൽ തന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത പറമ്പിക്കുളം പദ്ധതിക്ക് തമിഴ്നാട് നമ്മളെ ചൂഷണം ചെയ്യുമ്പോൾ അതിനെതിരായി വലിയൊരു പടനയിച്ചതാണ് അദ്ദേഹം. അതിൻ്റെ ഗുണം ആ നാട്ടിലെ ചുറ്റുപുഴയ്ക്കൊക്കെ കിട്ടി. ആ പ്രദേശത്ത് കുടിക്കാൻ വെള്ളമില്ലാത്തത്. അതേപോലെ പ്ലാച്ചിമട കൊക്കോക്കോലയെ ഇവിടുന്ന് കെട്ടിക്കടിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിച്ച അദ്ദേഹമാണ്. ഞങ്ങളെയൊക്കെ കൊണ്ട് സമരത്തിൽ ഇറക്കിയതിൽ വലിയ പങ്ക് വഹിച്ചൊരു വലിയ മനുഷ്യനാണ്. അതേപോലെ അയിത്തത്തിനെതിരായിട്ടുള്ള, അൺടച്ചബിലിറ്റിക്കെതിരായിട്ടുള്ള സമരത്തിൽ അദ്ദേഹം മുൻപിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ വിഷമം മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുക. മന്ത്രി R. ബിന്ദു ഉണ്ട് നമ്മോടൊപ്പം. VS-നെ കുറിച്ചുള്ള ഒരു സഖാവ് VS അടിസ്ഥാന വർഗത്തിൻ്റെ അവകാശ പോരാട്ടങ്ങളുടെ ഒരു ആൾരൂപം പോലെയാണ് പ്രവർത്തിച്ചത്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അവരുടേതായ ഭാഷയിൽ അവരുടെ പ്രശ്നങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവരെ സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത സഖാവാണ് VS.
അതുകൊണ്ടുകൂടിയാണ് കേരളത്തിൻ്റെ വർഗസമവാക്യങ്ങൾ മാറ്റിയെഴുതിയ ഭൂപരിഷ്കരണം ഉൾപ്പെടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ഒരു നേതാവ് എന്ന നിലയിലും പാർട്ടി നേതാവ് എന്നുള്ള നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അതിശക്തനായ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തെ നയിച്ചത് ആ തൊഴിലാളി വർഗ കാഴ്ചപ്പാടാണ്. സാധാരണ തൊഴിലാളികളും കർഷക തൊഴിലാളികളുമായിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ആ സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ടുള്ള സമീപനമായിരുന്നു ജീവിതകാലത്തുടനീളം. അങ്ങനെ ആ സമര പൈതൃകത്തിൻ്റെ തീക്ഷ്ണ സാന്നിധ്യമായിട്ടാണ് കേരള ചരിത്രത്തിൽ VS രേഖപ്പെടുത്തപ്പെടുക. അത് എക്കാലത്തും അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന കാലയളവിൽ VS പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആ സന്ദർഭത്തിലാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്നുള്ളത് അതിശക്തമായിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ CPIM പ്രഖ്യാപിക്കുന്നത്. ആ ഒരു ആശയ വ്യക്തത അത് പകർന്നു നൽകിയ ദിശാബോധം ഞങ്ങളുടെ തലമുറയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ ആകെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്.